ഹലോ, ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനിലാണ്. അപ്പോൾ കിച്ചണിലാണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ചായ, രാവിലത്തേനുള്ള ചായ വെക്കുകയാണ്. 2 ഗ്ലാസ് ചായ വെക്കുന്നുള്ളൂ. എനിക്കും ഇക്കാക്കുള്ള ചായ, മക്കൾക്ക് പിന്നെ പാലായിട്ട് അങ്ങനെയാണ് കൊടുക്കുന്നത്. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഒരു വലിയ കുറച്ച് ധൃതിയിലാണ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഒരു തട്ടിക്കൂട്ട് മുട്ടക്കറിയാണ്, ഒരു കുക്കർ മുട്ടക്കറി. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് പെരുംജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുള്ള ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് മുട്ടക്കറി, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ കറിയൊക്കെ റെഡിയായി. നമുക്ക് ടൈമൊന്നും ഇല്ലാത്തപ്പോഴത്തേനും ഞാൻ വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന ഒരു ഈസി ആയിട്ടുള്ള മുട്ടക്കറിയാണ് ഈ ഒരു കുക്കർ മുട്ടക്കറി എന്ന് പറയുന്നത്. അപ്പോൾ ടേബിളിലേക്ക് എല്ലാം എടുത്തു വെച്ചു. ഇന്ന് ഇടിയപ്പമാണ്. ഇടിയപ്പവും വളരെ സ്പൈസി ആയിട്ടുള്ള ഈസി ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി. അപ്പോൾ കുറച്ച് പച്ചമുളകും കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഒരു 3-4 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ചില്ലി പൗഡർ ഇട്ടപ്പോൾ കുറച്ച് മുന്നിലായിപ്പോയി. അപ്പോൾ ഇന്നത്തെ മുട്ടക്കറി എന്ന് പറയുന്നത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള മുട്ടക്കറിയാണ്. പിന്നെ ടൈം കുറച്ച് കുറവായിരുന്നു. പക്ഷേ ഇക്കാക്കൊക്കെ കുറച്ച് ധൃതി ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് തേങ്ങയും കാര്യങ്ങളൊന്നും അരച്ച് ചേർത്തില്ല. ഈ ഒരു സെയിം മുട്ടക്കറിയിലേക്ക് തന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ചേർത്ത് കുറച്ച് നേരം തിളപ്പിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് വേറെ ഒരു ടൈപ്പ് മുട്ടക്കറിയാകും. അതും ഭയങ്കര ടേസ്റ്റാണ്. അല്ലെങ്കിൽ പച്ചത്തേങ്ങ അരച്ച് ചേർത്താലും വളരെ ടേസ്റ്റാണ്. നമ്മൾ ഈ സെയിം കുക്കർ മുട്ടക്കറി വെച്ചിട്ട് അതിലേക്ക് തേങ്ങാപ്പാലോ അതുപോലെ തന്നെ പച്ചത്തേങ്ങ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ മുട്ടക്കറി എന്ന് പറയുന്നത്. എനിക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ 2 ഇടിയപ്പവും വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയും എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ചു. പിന്നെ 1 കപ്പ് ചൂട് ചായ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു കുക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച രീതിയിൽ, അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഇത്രയും കുറച്ച് എരിവൊക്കെ കുറച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പൈസ് ആൻഡ് മൈൽഡ് സ്വീറ്റ്നെസ് ആയിട്ടുള്ള മുട്ടക്കറിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇന്നത്തെ കറിക്ക് കുറച്ച് എരിവ് മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കോമണായിട്ട് ഇത്രയും സ്പൈസ് നമ്മുടെ വീട്ടിൽ ആവശ്യമില്ല. കാരണം പിന്നെ ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ മോഡിഫിക്കേഷൻ നടത്താനുള്ള ഒരു സമയം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാണ്. കാരണം പച്ചമുളകിൻ്റെ എണ്ണവും കുറച്ച് കൂടുതലിട്ടായിരുന്നു. പിന്നെ ധൃതിയിൽ ചില്ലി പൗഡർ ഇട്ടപ്പോൾ അതും കുറച്ച് കൂടിപ്പോയി. അതാണ്. പിന്നെ നമുക്കിങ്ങനെ എരിവൊക്കെ ഉള്ളപ്പോഴത്തേനും തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നമ്മുടെ കറിക്ക്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് മുട്ടയും അതുപോലെ തന്നെ ആ സ്പൈസി ആയിട്ടുള്ള മുട്ടക്കറിയും ഇടിയപ്പവും ഒക്കെ ചേർത്തിട്ട് ചൂട് ചായയും ഒക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. സ്പൈസി ആൻഡ് ചൂട് ചായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇതെന്ന് പറയുന്നത് ഊട്ടി വർക്കി അതിലെഴുതിയിരിക്കുന്നത്. പേരൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കോമഡിയാണ്. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. നമ്മൾ ഷാർജയിലെ ഡിബ ബേക്കറി, നമ്മുടെ സ്ഥിരം ബേക്കറിയാണ്. നമുക്ക് ഇപ്പം ദുബായിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കോമൺ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ബേക്കറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതെന്ന് പറയുന്നത് ഡിബ ബേക്കറി, അതുപോലെ തന്നെ ഹബീബി ബേക്കറി. അവിടെ നിന്ന് അങ്ങനെയുള്ള ബേക്കറിയിൽ നിന്നാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നത്. ഡിബ ബേക്കറിയിൽ നിന്നാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിക്കാൻ തോന്നുമ്പോൾ കോമൺ ആയിട്ട് വാങ്ങിക്കുന്നത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു പപ്സിൻ്റെയൊക്കെ മുകളിൽ ഉള്ള പോലത്തെ കുറച്ച് മൈൽഡ് സ്വീറ്റ്നെസ് ആയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലഞ്ചിൻ്റെ പരിപാടിയാണ്. ലഞ്ചെന്ന് പറയുന്നത് ഞാനിന്ന് കംപ്ലീറ്റ് ഫ്രീ ആയിരുന്നു. അപ്പം എനിക്കൊന്നുമേ കുക്ക് ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ചിക്കൻ ദം ബിരിയാണി. ഇത് എൻ്റെ ഫ്രണ്ട്
ഫിനി എനിക്ക് ഇപ്പോൾ കൊണ്ട് തന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട്, അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് ചൂടൊക്കെ ആക്കി റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണി. അപ്പോൾ ഫ്രൈഡേ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ ടേസ്റ്റി ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ചമ്മന്തി, കുറച്ച് പുതിനയില മല്ലിയില ചമ്മന്തി, പിന്നെ നാരങ്ങ അച്ചാർ, പിന്നെ ഇതാ എനിക്ക് കേടിൽ ഇട്ട് ചെയ്യുന്നതിനേക്കാളും സവോള, ഉപ്പ്, പച്ചമുളക്, കുറച്ച് വിനേഗർ, അത് നന്നായിട്ട് തിരുമ്മിയിട്ടുള്ള ആ ഒരു മിക്സ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് പപ്പടവും പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ലഞ്ച് കഴിക്കാൻ വേണ്ടി വിളമ്പുകയാണ്. ഞാൻ ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് പീസസ് അല്ല, റൈസ് മാത്രം ആ ബൗളിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് ഫില്ല് ചെയ്തതിന് ശേഷം പ്ലേറ്റിലേക്ക് തട്ടി, അതാകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഷോർട്സിന് വേണ്ടിയിട്ടൊക്കെ എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അതാ നല്ല വലിയ 2 പീസ് ചിക്കൻ എടുത്തു. അതിന് ശേഷം കുറച്ച് മല്ലിയില, പുതിനയില, തേങ്ങാ ചമ്മന്തി, പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സമയം. എനിക്ക് ബിരിയാണിയുടെയും ഫ്രൈഡ് റൈസിൻ്റെയും ഗീ റൈസിൻ്റെയും ഒക്കെ കൂടെ ഈ കേട് വെച്ചിട്ടുള്ള ഒണിയൻ ഉണ്ടല്ലോ, അതിനേക്കാളും താല്പര്യം ഈ ഒരു സംഭവമാണ്. അപ്പോൾ ഇക്കാക്ക് കേടിൻ്റെയാണ് ഇഷ്ടം. അപ്പോൾ കേട് ഇരിപ്പില്ലായിരുന്നു, പിന്നെ ഞാനത് വാങ്ങിക്കാനും പോയില്ല. ഇത് വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ ഒരു പീസ് ലെമൺ പിക്കിള്, അതുപോലെ തന്നെ ഒരു പപ്പടം, എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളി ഫ്രൈഡേ സ്പെഷ്യൽ ചിക്കൻ ദം ബിരിയാണി. അപ്പോൾ വളരെ ടേസ്റ്റായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ഇന്നത്തെ സ്പെഷ്യൽ ബിരിയാണി കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ ഷോർട്സിലൊക്കെ ഞാൻ എല്ലാ ദിവസവും അതാത് ദിവസങ്ങളിൽ കുക്ക് ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഈവനിങ് സ്നാക്ക്, ഡിന്നർ, ഈ ഒരു സംഭവങ്ങളാണ് ഞാൻ കൂടുതലും എൻ്റെ ഷോർട്സിലും ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഷോർട്സ് കാണുന്നവർക്ക് മനസ്സിലാകും എൻ്റെ ലോങ് വീഡിയോയിലെ ഓരോ പാർട്സും അത് ഷോർട്സിലും കൂടി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഐറ്റംസാണ്. അപ്പോൾ ഇതാ ഞാൻ ആസ്വദിച്ച് ബിരിയാണി കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള അത്യാവശ്യം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണി. റൈസ് എടുത്തു, അതിലേക്ക് ചിക്കൻ കുറച്ച് ഫ്രൈ ചെയ്തിട്ട് വെച്ചതുപോലെ തോന്നി എനിക്ക്. ഒരു പീസ് ചിക്കനും കുറച്ച് ചമ്മന്തിയും, അതുപോലെ തന്നെ കുറച്ച് ഓണിയൻ വിനേഗറിലിട്ട് അരിഞ്ഞതും, പിന്നെ കുറച്ച് ലെമൺ പിക്കിളും പപ്പടവും എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് കഴിക്കുമ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റാണ്. എല്ലാം കൂടെ ചേർത്തിട്ട് ഒരുമിച്ച് ചവച്ചരിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ എനിക്ക് റെസ്റ്റോറൻറ്റിനൊക്കെ കഴിക്കുന്നതിനേക്കാളും ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി ഇവളുടെ ഈ ഒരു ബിരിയാണി എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വെച്ച് കഴിക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ആസ്വദിച്ച് കഴിക്കുകയാണ്. ആ ഒരു ബൗള്, ഒരു ചെറിയ ബൗള് പോലെ തോന്നിയാലും ആ ഒരു റൈസ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം നല്ല വയറ് നിറയാനുള്ള ക്വാണ്ടിറ്റി തന്നെ എൻ്റെ പ്ലേറ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു രക്ഷയില്ല, അടിപൊളി ബിരിയാണിയായിരുന്നു. അപ്പോൾ ഒരു ചിക്കൻ ദം ബിരിയാണി. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ട്, അപ്പോൾ സാറായിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു, അപ്പോൾ ഇക്കായ്ക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫ്രൈഡേ സ്പെഷ്യൽ ആയിട്ട് ഈ ചിക്കൻ ദം ബിരിയാണിയാണ് കഴിച്ചത്. അപ്പോൾ ഞാൻ ലഞ്ച് കംപ്ലീറ്റ് ലഞ്ച് കുക്കിംഗ് എന്ന് പറയുന്നത് ഇന്നൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഡയറക്റ്റ് കഴിക്കുകയായിരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ട് നല്ല സൂപ്പർ ലഞ്ച്. അപ്പോൾ ഞാൻ എൻ്റെ ലഞ്ച് ആസ്വദിച്ച് കഴിക്കട്ടെ. അപ്പോൾ അതിനുശേഷം ഇന്ന് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ചെറിയൊരു പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചായ കുടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് ഡേയ്സായിട്ട് കുറച്ച് കോളിഫ്ലവർ നമ്മുടെ ഫ്രിഡ്ജിലിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു കോളിഫ്ലവർ ഫ്രൈ അല്ലെങ്കിൽ കോളിഫ്ലവർ ഗോബി മഞ്ചൂരി അല്ലെങ്കിൽ കോളിഫ്ലവർ ഫ്രൈ അല്ലെങ്കിൽ കോളിഫ്ലവർ
ബജ്ജിന്നോ എന്ത് വേണേൽ പറയാം. അപ്പോൾ അത് അങ്ങനെ കുറച്ച് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ പറയുക, കയ്യിലുണ്ടായിരുന്ന കംപ്ലീറ്റ് കോളിഫ്ലവറും ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം എന്താണ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ കോളിഫ്ലവറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വേംസോ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചു. അതിനുശേഷം ഞാനിതാ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കുകയാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ബാറ്റർ എന്ന് പറയുന്നത് മൈദയും അതുപോലെ തന്നെ കോൺഫ്ലോറും പിന്നെന്താ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് പെരുംജീരകപ്പൊടി, അത്രയാണ്. ഇപ്പം ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എന്ത് വേണേൽ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് എന്താണ് കടലമാവ് വിത്ത് മൈദ മിക്സിൽ ചെയ്യാം. അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയിൽ വരെ ഈ ഒരു സംഭവം നമുക്ക് ചെയ്തെടുക്കാം. അപ്പം അത് ഓരോരുത്തർക്ക് എന്താണോ ഇഷ്ടം ആ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് മൈദയിലും അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലോർ ഈക്വൽ എടുത്തിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേനും കോളിഫ്ലവർ ഫ്രൈ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഫേവറേറ്റാണ് എനിക്ക്. അപ്പോൾ അത് ഒക്കെ പൊരിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ചായ ഇട്ട് കുടിക്കാൻ തോന്നി. അപ്പോൾ ഇക്കായും വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇക്കായും കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ 2 പേർക്കും ഓരോ ഗ്ലാസ് ചായയും കൂടി ഇടുകയാണ്. എന്നിട്ട് നല്ല എണ്ണയിലേക്ക് പൊരിച്ച് കോരുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ സോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും ഞാനിപ്പോൾ ഉണ്ടാക്കുന്നില്ല. നമുക്ക് ഒന്ന് പുറത്തേക്ക് പോകണം. ഒരു മിനി പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി ലേറ്റായിട്ട് ഇറങ്ങുകയാണെങ്കിൽ തിരിച്ച് കയറി വരുമ്പോൾ ഒത്തിരി ലേറ്റാവും. അപ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇപ്പോൾ പുറത്ത് അത്യാവശ്യം നല്ല തണുപ്പാണ്. അപ്പം കുറച്ച് നേരത്തെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരത്തെ കയറാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചായയും അതുപോലെ തന്നെ കോളിഫ്ലവർ ഫ്രൈയും ടൊമാറ്റോ സോസും കൂട്ടി ആണ് കഴിക്കുന്നത്. അത് കഴിച്ചതിന് ശേഷം നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലെ ആ ഒരു കോളിഫ്ലവർ ഉണ്ടല്ലോ, അത് കുറച്ച് വലിയ പീസസ് ആയിട്ടാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. സാറായ്ക്കും സൈറൂനും, അതായത് 2 മക്കൾക്കും എനിക്കും. ഇക്കാക്ക് ഇത് വലിയ താല്പര്യമില്ല. അപ്പോൾ മക്കൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുമല്ല പുറത്തെ ആ ഒരു കോട്ടിങ് ഇളയ മോൾക്കൊന്നും ആ പുറത്തെ കോട്ടിങ് ഞാൻ കൊടുക്കാറില്ല. അവൾക്കത് വലിയ താല്പര്യമില്ല. മക്കൾക്ക് കൂടുതലായിട്ട് ആ ഉള്ളിലെ വലിയ കോളിഫ്ലവർ പീസസ് ഉണ്ടല്ലോ, അതാണ് കുട്ടികൾ കൂടുതലായിട്ട് കഴിക്കുന്നത്. അവർക്ക് ആ വെന്ത കോളിഫ്ലവർ പീസസ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതങ്ങ് കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ. കാര്യം എന്താണെന്ന് വെച്ചാൽ വലിയ കോളിഫ്ലവറുകൾ കഴിക്കുമല്ലോ, അത് ഉള്ളിലേക്ക് പോകുന്നത് നല്ലതാണല്ലോ. അപ്പോൾ ഞാൻ ഓരോ ബാച്ചായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പൊരിച്ചു കോരി എൻ്റെ 1 കപ്പ് ചായ, ഇക്കാക്കുള്ള ചായ ഞാൻ കൊടുത്തു. ഇത് എൻ്റെ 1 കപ്പ് ചായ. പിന്നെ ഞാനിത് നമ്മുടെ ടൊമാറ്റോ സോസും കൂട്ടിയിട്ടാണ് ഞാനിത് കഴിക്കുന്നത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് മുളക് ചട്നിയും നമ്മുടെ നമ്മുടെ കടകളിലൊക്കെ മുളക് ബജിയുടെയൊക്കെ കൂടെ, മുട്ട ബജി, മുളക് ബജി, ബജ്ജികളുടെ കൂടെ കിട്ടുന്ന ആ ഒരു ചട്നി ഉണ്ടല്ലോ, അതായത് മുളക് പൊടിയും ഉപ്പും അതുപോലെ തന്നെ വിനേഗർ ഓർ കോക്കനട്ട് ഓയിൽ ചെയ്തെടുക്കുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഈ ഒരു ഇതുപോലെ ഫ്രൈ ചെയ്യുന്നതിന് നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ അത് ചെയ്തില്ല. എനിക്ക് ഇത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ, ശരിക്കും പറഞ്ഞാൽ എനിക്കിതിന് ഡിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ചൂട് ചായയും കോളിഫ്ലവർ ഫ്രൈയും ഉണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഡിപ്പ് വലിയ നിർബന്ധമില്ല. എങ്കിലും ഞാൻ കഴിക്കുകയാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഞാൻ കൂടുതലായിട്ട് കോളിഫ്ലവർ വാങ്ങിക്കുന്നത് തന്നെ ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കോളിഫ്ലവർ എടുക്കാറുണ്ട് ഈ ഒരു സ്നാക്ക് റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഞാൻ പൊരിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വൈസ് പൊരിച്ച് വെക്കാറുണ്ട്. എന്നാന്ന് വെച്ചാൽ മക്കളത് എടുത്തെടുത്ത് കഴിക്കും. അവർക്കത് പിന്നെയും എടുത്ത് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഞാനും അത് കഴിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചായയും സ്നാക്കും ഒക്കെ കഴിച്ചതിന് ശേഷം നമുക്കൊരു കുഞ്ഞ് പർച്ചേസ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ വേറെ പ്രത്യേകിച്ചൊന്നുമല്ല. സാറായ്ക്ക് ഇപ്പം വിൻ്റർ വെക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. ഒരു 3 വീക്സ് വെക്കേഷനാണ്. അതുകൊണ്ട് തന്നെ കൊച്ചുങ്ങൾക്ക് കുറച്ച്
ടോയ്സ്, അതുപോലെ തന്നെ കുറച്ച് ഡ്രോയിങ് മെറ്റീരിയൽസ്, വാട്ടർ കളർ, സ്കെച്ച് പെന്ന്, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് ഐറ്റംസ്, അങ്ങനെ കൊച്ചുങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയുള്ള നമ്മുടെ ഒരു മിനി പർച്ചേസ്. നമ്മുടെ പർച്ചേസൊക്കെ കഴിഞ്ഞു. പർച്ചേസൊക്കെ കഴിഞ്ഞതിന് ശേഷം കസസിൽ മന്തി റെസ്റ്റോറൻറ്റ് ഒരു യമനി റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ദുബായിൽ വർക്കയിലാണ്. അപ്പോൾ നമ്മൾ ഒരു അൽക്കബായിൽ എന്ന് പറയുന്ന ഒരു കടയിലാണ് കുട്ടികളുടെ ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ വന്നത്. അപ്പോൾ വർക്കയിൽ അൽക്കബായിലിൻ്റെ ഓപ്പോസിറ്റ് കസസിൽ മന്തി യമനി റെസ്റ്റോറൻറ്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കയറി കഴിക്കാറുള്ള ഒരു മന്തി റെസ്റ്റോറൻറ്റാണ്. വളരെ ടേസ്റ്റാണ് ഇവിടുത്തെ മന്തി എന്ന് പറയുന്നത്. റൈസൊക്കെ വളരെ ഫ്ലേവറായിട്ടുള്ള അടിപൊളി റൈസാണ്. ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊന്ന് തൊട്ട് കഴിഞ്ഞാൽ അങ്ങ് വിട്ടുവരും. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള മന്തി. അപ്പോൾ അതാ ഞാൻ മന്തിയും ഒരു ചെറിയ പീസ് ചിക്കനും ഫ്രൈഡ് ഒണിയനും അതുപോലെ തന്നെ നമ്മുടെ ടൊമാറ്റോ പ്യൂരിയും എല്ലാം കൂടെ ചേർത്തിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇതുപോലത്തെ യമനി, അറബിക് ഇതുപോലത്തെ മന്തീസിനൊന്നും നമുക്ക് മയോണൈസ് ഇല്ല. അപ്പോൾ മയോണൈസ് എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ കഴിക്കുമ്പോഴത്തേനും നാട്ടിലെ മന്തിയുടെ കൂടെ മാത്രമേ നമുക്ക് മയോണൈസ് ഡിപ്പായിട്ട് കിട്ടത്തുള്ളൂ. ഇവിടെ ഉണ്ട്, ഇവിടെയും നമുക്ക് മയോണൈസൊക്കെ കിട്ടുന്ന നാടൻ മന്തി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അറേബ്യൻ മജ്ലിസ്, അതുപോലെ തന്നെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ആ ടൈപ്പ് മന്തി എനിക്ക് കഴിക്കാൻ തോന്നുമ്പോൾ നമ്മൾ ഇടയ്ക്ക് അവിടെ പോവാറുണ്ട്. ഇതെന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചിക്കൻ പരമായിട്ടുള്ള മന്തിയാണ് വാങ്ങിച്ചത്. എനിക്ക് ഈ മട്ടനിലും ബീഫിലും അതുപോലെ തന്നെ ഫിഷിലെ ഒന്നും മന്തി വലിയ താല്പര്യമില്ല. അപ്പോൾ മന്തിയൊക്കെ കഴിച്ച് ലാസ്റ്റ് അവർ കോംപ്ലിമെൻ്റ് ആയിട്ട് തന്നതാണ് അറബിക് സ്നാക്കായിട്ടുള്ള ഒരു അറബിക് സ്വീറ്റ് ബോളാണ്, ലുക്കീമത്ത് എന്ന് പറഞ്ഞിട്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ശർക്കര പാനി ഉണ്ടല്ലോ, അതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഒരു മിൻറ്റ് ലൈമും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.